ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിനു പിന്നിൽ നിരവധി പേരുണ്ടാകുമെന്നാണ് സംശയിക്കുന്നതെന്ന് ഡോക്ടറുടെ മാതാപിതാക്കൾ. കേസ് അന്വേഷിക്കുന്ന CBI സംഘത്തോടാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർമാർ അടക്കമുള്ളവരുടെ പേരുകൾ അവർ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി CBI വൃത്തങ്ങൾ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് സംഭവവുമായി ബന്ധമുണ്ടാകാമെന്നാണ് മാതാപിതാക്കൾ സംശയിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംശയമുള്ള 30ഓളം പേരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് CBI വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രി അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരെയാണ് ചോദ്യം ചെയ്യുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡോക്ടർമാർ രാജ്യവ്യാപക സമരത്തിലാണ്. രാവിലെ 6 മുതൽ 24 മണിക്കൂർ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നിർത്തിവെച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാർ OP വിഭാഗം ബഹിഷ്കരിച്ചു. എന്നാൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിവിധ മെഡിക്കൽ അസോസിയേഷനുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും IMAയ്ക്ക് പിന്തുണയുണ്ട്. സംസ്ഥാനത്തെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് IMA ആവശ്യപ്പെട്ടു. അക്രമത്തിൽ പരിക്കേറ്റ ഡോക്ടർമാർക്ക് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി IMA സെക്രട്ടറി ജനറൽ ഡോക്ടർ RV അശോകൻ പറഞ്ഞു. ബംഗാൾ സർക്കാരിനു പുറമെ കേന്ദ്ര സർക്കാരിനെതിരെയും സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. നിർഭയ കേസിന് ശേഷം വന്ന നിയമങ്ങൾ ദുർബലമാകുന്നെന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. സമീപകാലത്തായി രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യവും ഡോക്ടർമാരെ തെരുവിലിറക്കി.